ഹലോ എവരിവൺ, നിങ്ങളൊരു ഫോണ് ഫ്ലാഷ് ചെയ്യാറുള്ള സിസ്റ്റം ഉപയോഗിച്ചിട്ടാണോ? എന്നാൽ സാംസങ്ങിന്റെ ഫോണ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചും ഫ്ലാഷ് ചെയ്യാം. ജസ്റ്റ് നമുക്ക് ഇത് എങ്ങനെ നോക്കാം. നമുക്ക് ഈ ഫ്ലാഷ് ചെയ്യാൻ വേണ്ടത് ഒരു ആൻഡ്രോയിഡിന്റെ സ്മാർട്ട് ഫോണും പിന്നെ നമുക്ക് ഫ്ലാഷ് ചെയ്യാനുള്ള സാംസങ്ങിന്റെ ഫോണും പിന്നെ ഒരു ഡാറ്റ കേബിളും OTG കണക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ കേബിളാണ് വേണ്ടത്. ഫ്ലാഷ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് എന്ത് ഇതിലേക്കുള്ള ഫ്ലാഷ് ഫയൽ ഡൗൺലോഡ് ചെയ്യാം. SAMFW, അതായത് നമ്മൾ സാംസങ്ങിന്റെ ഫയൽ ഡൗൺലോഡ് ചെയ്യുന്ന സൈറ്റ് തന്നെയാണ് SAMFW. അതിൽ കേട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് എങ്ങനെ നോക്കാം. ഇതാണ് നമ്മുടെ മോഡൽ. ഈ സാംസങ് ഗാലക്സി A30 ആണ് നമ്മുടെ മോഡൽ വരുന്നത്. അതിന്റെ ഫയൽ നമ്മൾ സാധാ ഡൗൺലോഡ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇന്ത്യൻ വെർഷൻ എടുക്കാം. ഓക്കെ, നമ്മൾ സാധാ ഡൗൺലോഡ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളിത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് കാണിക്കാം. ഇനി നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, എക്സ്ട്രാക്ട് ചെയ്യണം. ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ എക്സ്ട്രാക്ട് ചെയ്ത് നോക്കാം. എക്സ്ട്രാക്ട് ഫയൽ കൊടുക്കുക. നമുക്ക് ഏത് ഫോൾഡറിലോട്ട് സെലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ അത് നമ്മൾ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. ജസ്റ്റ് നമുക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിലൂടെ എക്സ്ട്രാക്ട് കയറി കൊടുക്കാം. അത് എക്സ്ട്രാക്ട് ആവുന്നുണ്ട്. ഓക്കെ, അത് എക്സ്ട്രാക്ട് ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് ചെയ്യാൻ വേണ്ട ടൂളാണ് വേണ്ടത്. ഇതാണ് നമുക്ക് ഫ്ലാഷ് ചെയ്യാനുള്ള ആപ്പ്, ഇറോസ് ആപ്പ് എന്ന് പറയും. ഇത് ഡയറക്റ്റ് നിങ്ങൾ ക്രോമിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താൽ ഇത് ഹോം സ്ക്രീനിൽ വരും. അത് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയിട്ട് ഇതാണ് ഇതിന് ഇന്റർഫേസ് വരുന്നത്. ഇതിൽ BL AP CP CSV ഫയൽ നമുക്ക് ഇട്ട് കൊടുക്കാം. BL ഫയൽ നമ്മൾ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി AP ഫയൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് CP ഫയൽ ഇട്ട് കൊടുക്കാം. ഇനി CSV ഫയൽ ഇട്ട് കൊടുക്കാം. നമ്മൾ ഫയൽ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് OTG എനേബിൾ ആക്കണം. OTG എനേബിൾ ആക്കിയാൽ ഇത് കണക്റ്റ് ആവുള്ളൂ. നമുക്ക് ജസ്റ്റ് OTG എനേബിൾ ആക്കുന്നത് നോക്കാം. ഓക്കെ, നമ്മൾ OTG എനേബിൾ ആക്കി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആപ്പിലോട്ട് പോകാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, കേബിൾ കണക്ട് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നമ്മൾ ഫോൺ കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണിക്കും. അപ്പോൾ USB സാംസങ് USB ഇതിൽ എനേബിൾ ആയിട്ടുണ്ട്. ഒന്ന് ഓക്കെ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാർട്ട് കൊടുത്താൽ ഇത് ഫ്ലാഷ് ആവും. അപ്പോൾ ഫ്ലാഷിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെറ്റ് ഓൺ ആവുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ഫ്ലാഷ് ആയി കഴിഞ്ഞു. അപ്പോൾ ഫോൺ റെഡി ആയി. അപ്പോൾ നിങ്ങളൊന്ന് ഇതേമാതിരി ചെയ്ത് നോക്കാം. ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ഇപ്പോൾ എങ്ങനെ സാംസങ്ങിന്റെ ഫോൺ നമ്മൾ ഫ്ലാഷ് ചെയ്യാൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം.